മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു താമര ആമ്പൽ വളർത്തുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, കൊതുക് വളരുമോ, അതേപോലെ തന്നെ അതിനെന്താ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. വീഡിയോയിലോട്ടൊക്കെ കിടക്കണക്കാട്ടി മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും സംശയമാണ്, നമ്മളെ താമര വെള്ളത്തിലാണ് വളരുന്നത്. അപ്പോൾ താമര ആയാലും തന്നെ ആമ്പലായാലും തന്നെ വെള്ളത്തിലാണ് വളരുന്നത്. അപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് കൊതുക് പെരുകുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും സംശയമുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും, ഈ കൊതുകിനെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ ഇത് ഉണ്ടാക്കണമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഈ ടപ്പയിലൊക്കെ നോക്കിയാൽ കാണാം, കൊതുക് ഒന്നും മുട്ടയിടാനോ സാഹചര്യങ്ങളില്ല. അതിന് ഞാൻ ചാൻസ് കൊടുക്കാറില്ല. മെയിനായിട്ട് മഴക്കാലത്താണ് കൂടുതൽ കൊതുക് പെരുകണ ടെൻഡൻസി ഉണ്ടാവാറ്. പക്ഷേ താമര എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിൽ വളരുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ അത് നല്ല ക്ലീൻ ആയിരിക്കും. ടപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ ഈ തുടക്കത്തിൽ പ്ലാന്റ് ചെയ്യുമ്പോഴാണ് കൊതുക് വളരാനുള്ള ചാൻസ് കൂടുതൽ. ഇത് കണ്ട, ഈ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ നോക്കിയാൽ ഒരു കൂത്താടി പോലും ഉണ്ടാവില്ല. നല്ല ക്ലീനാണ്ട് ക്രിസ്റ്റലായിട്ടുള്ള വെള്ളമാണ്. ഇതൊക്കെ കണ്ടാൽ, ഈ വെള്ളമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഈ വെള്ളമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ, എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് കാണിക്കും, അത്ര ക്രിസ്റ്റൽ ക്ലീനാണ് ഈ വെള്ളം. അങ്ങനത്തെ വെള്ളത്തിലൊന്നും ചാൻസ് ഇല്ല. പിന്നെ ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊതുക് കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഈ വെള്ളത്തിലാണ്, പക്ഷേ കൊതുകുകളൊന്നുമില്ല. അപ്പം നല്ല വെള്ളത്തിൽ ഒരിക്കലും കൊതുകുകൾ പെരുകാനുള്ള ചാൻസ് ഇല്ല. അഥവാ നമ്മൾ തുടക്കത്തിൽ പ്ലാന്റ് ചെയ്യുമ്പോഴാണ് കൊതുകുകൾ വളരാനുള്ള ചാൻസ് കൂടുതൽ. അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളത് നമ്മൾ അസോളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനൊരു പുതിയതായിട്ട് പ്ലാന്റ് നടുന്ന സമയത്ത് അതേപോലത്തെ അസോളകളാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ട് കിടക്കും. അത് കൂടുതൽ തിങ്ങി നിന്നിട്ട് കൊതുക് മുട്ടയിടാനുള്ള ചാൻസ് കുറയും ചെയ്യും. അതുവഴി കൊതുകുകൾ മുട്ടയിടാനുള്ള ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ടുള്ള പ്രോബ്ലം, താമരക്ക് കൂടുതൽ അസോള വളർന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ കുറച്ച് മതി നമ്മൾ അസോള ഇട്ട് കൊടുക്കുക. എന്നാൽ തന്നെ നല്ല രീതിയിൽ പ്ലാന്റ് വളരാനും അതേപോലെ തന്നെ കൊതുകിൻ്റെ ഉപദ്രവമില്ലാതാവാനും സഹായിക്കും. അപ്പോൾ ഇപ്പം എല്ലാവർക്കും സംശയം തീർന്നിട്ടുണ്ടാവും, കൊതുക് വളരില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ താമര ആമ്പലൊക്കെ വളർത്തുന്നവർക്ക് ഒരിക്കലും പേടിക്കണ്ട, കൊതുക് വളർന്നിട്ട് അത് ഉപദ്രവമാവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഫ്ലോട്ടിംഗ് പായലുകൾ ഒക്കെ ഇട്ടാൽ കൊതുക് പെരുകണയിൽ നമുക്ക് തടയാനാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശുദ്ധജലത്തിൽ വളരുന്ന ഒരു ചെടിയാണ് താമര. അതുകൊണ്ട് തന്നെ അത് നല്ല വായുസഞ്ചാരമുള്ള വെള്ളമാക്കാൻ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും താമര വളർത്തുന്നവരുടെ വീട്ടിൽ കൊതുക് പെരുകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.